അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്ര പ്രസിദ്ധമായ ത്വായിഫിലാണുള്ളത്. ത്വായിഫ് സൗദി അറേബ്യയുടെ പച്ചപ്പ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ മുന്തിരി, റുമ്മാന്, അതുപോലെ വിവിധ പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ലഭിക്കുന്ന സ്ഥലമാണ്. കൃഷി ചെയ്തുണ്ടാക്കുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ ഉള്ളത് മസ്ജിദ് ഇബ്നു അബ്ബാസ് എന്നറിയപ്പെടുന്ന വളരെ പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ മസ്ജിദ് ഇബ്നു അബ്ബാസിന്റെ പരിസരത്താണുള്ളത്. ഹിജ്റ 592 ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. അതിന് പിന്നീട് അദ്ദേഹത്തിന്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു സഹാബിയാണ്. നൂറുകണക്കിന് ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരുപാട് ആളുകളിലേക്ക് ദീനെത്തിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. വലിയ ഒരു പണ്ഡിതനാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കി ദീനി രംഗത്ത് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത പണ്ഡിതനാണ്, സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. അതുപോലെ ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഇത് മക്തബ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഒരു ലൈബ്രറിയാണ്. പണ്ടൊക്കെ ഇതുപോലെ സന്ദർശകർക്ക് അത് തുറന്നു കൊടുത്തിരുന്നു, അതിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. ഏതായാലും ഈ പരിസരത്ത് വരാനും ഇതുപോലെ നമ്മൾ പള്ളിയിൽ കയറി എല്ലാവരും 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചു. ഇനി പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലം സന്ദർശിച്ചു. ഇതിന് തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഇവിടെ